എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തൃതീയ സ്കന്ധം 24-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം മുതലാണ്. 34 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിജഹകാതരേ അദ്യുകാക പുത്രേതി തന്മയതയാ തരബോധിനേ ദുഃഖം ബഹുഭൂതഹൃദയം. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും നിന്നിതമായിട്ടുള്ള മുമ്പ് പറഞ്ഞ പോലെ തൃതീയ സ്കന്ധം 24-ാം അധ്യായം ശ്ലോകം 35. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ ഉവാച പറഞ്ഞു എന്ന് മൈത്രേയൻ കഥ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഭഗവാൻ ശബ്ദമന്റെ മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകികയും അഥാജനുമയാദുഭ്യം യദപോചം കൃതം മുനീം. ഭഗവാൻ പറഞ്ഞു, മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകിക, എന്നാൽ പറയപ്പെട്ടതാണ് ലോകത്തിന് പ്രമാണം. മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം. സത്യലൗകികെ, സത്യം വെച്ചാൽ വൈദികം. സത്യലൗകികെ, വൈദിക ലൗകികങ്ങൾക്ക് എന്താ പ്രമാണം? ഞാൻ പറഞ്ഞ വാക്കുകളാണ്. ലോകത്തിന് പരമാർത്ഥജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് മുക്തി ലഭിക്കും, ഉറപ്പാണ്. ഇനിയും സന്യാസത്തിനാണ് ഇച്ഛ എന്ന് എപ്പോഴാണോ അങ്ങേക്ക് തോന്നുന്നത് അപ്പോൾ എന്നെ സ്മരിച്ചുകൊണ്ട് സന്യാസത്തിന് പോയിക്കൊള്ളൂല്ല. ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞതിന് ഞാൻ സത്യമാക്കി തീർത്തിരിക്കും. അഥ അജനി ജനിച്ചു, മയാ എന്നാൽ തുഭ്യം അങ്ങയ്ക്കായിക്കൊണ്ട്, യത് അവോചം അങ്ങയോട് ഞാൻ എന്തു പറഞ്ഞുവോ, ഹേ മുനിയെ തത് കൃതം, അത് സത്യമായി. അവിടെ മൃതം എന്നല്ല കൃതം എന്നാണ് വാക്ക്. യത് അവോചം കൃതം, യാതൊന്നു പറയപ്പെട്ടുവോ അത് സത്യമായി. ഞാൻ അങ്ങയോട് തന്നെ പറഞ്ഞില്ല, കർദവനോട് പറയാണ് അങ്ങയുടെ പുത്രനായിട്ട് ഞാൻ അവതരിച്ചു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതാ സത്യമാക്കി. ഇനിയും എന്താണ്? എന്റെ വാക്കുകളാണ് ലോകത്തിന് പ്രമാണം. അതുകൊണ്ട് എന്റെ വചനം സത്യമായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ലൗകിക ദൃഷ്ടിയിൽ ഞാൻ എന്ത് പറയുന്നുവോ അതും സത്യമാകും, അത് പ്രമാണമാകും. വൈദിക ദൃഷ്ടിയിൽ ഞാൻ എന്ത് പറയുന്നുവോ അതും പ്രമാണമാകും. അങ്ങനെ സത്യലൗകികയെ രണ്ടിടത്തും മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം, ഞാൻ പറഞ്ഞതാണ് ലോകത്തിന് പ്രമാണം. അതുകൊണ്ട് ഞാൻ എന്താണോ അങ്ങയോട് നേരത്തെ പറഞ്ഞത് അത് സത്യമാക്കി ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ എന്താണ് അങ്ങയുടെ പുത്രനായി മകനായി ഞാനിതാ അവതരിച്ചിരിക്കുന്നു. കബരിലായി. മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകികയും അഥാജനി മയാ ദുഃഖ്യം യദവോചം കൃതം മുനിയും.
സത്യലൗകികേ മയാ പ്രോക്തം ലോകസ്യ പ്രമാണം മയാ തുഭ്യം യദവോചത് ഹേ മുനി തത് ഋതം അഥ അജയ്. മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകികേ അഥാജിനി മയാ തുഭ്യം യദവോചമൃതം മുനീം. മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകികേ അഥാജിനി മയാ തുഭ്യം യദവോചമൃതം മുനീം. ഏതന്മേ ജന്മ ലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായ ആത്മദർശനേ. ഏതത് മേ ജന്മ, മേ ഏതത് ജന്മ, എൻ്റെ ഈ ജന്മം, മേ ഏതത് ജന്മ, എൻ്റെ ഈ ജന്മം, ലോകേ ലോകത്തിൽ, അസ്മിൻ ദുരാശയാത് മുമുക്ഷൂണ ഈ ലോകത്തിൽ, അസ്മിൻ ലോകേ ദുരാശയത്തിൽ നിന്നും മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ദുഷ്ടമായ മനസ്സിൽ നിന്നും മോചനം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക്, ദുർവിചാരങ്ങൾ കൊണ്ട് മനസ്സെപ്പോൾ ദുഷ്ടമാകുന്നുവോ അതിൽ നിന്നും എനിക്കൊരു വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതാരാണ്? എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കും. ദുർവിചാരം കൊണ്ട് മനസ്സ് ദുഷിക്കുമ്പോൾ ഇതിൽ നിന്നൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാൻ പറ്റുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ദുരാശയാത് മുമുക്ഷൂണാം, അങ്ങനെയുള്ള മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്, പ്രസംഖ്യാനായ അവർക്ക് തത്വങ്ങളുടെ സംഖ്യ നിർണയിക്കാൻ, പ്രസംഖ്യാനം ചെയ്യുക, എണ്ണുക എന്നാണ്. തത്വാനം പ്രസംഖ്യാനായ തത്വങ്ങളെ എണ്ണി ബോധ്യപ്പെടുത്താനായിക്കൊണ്ട് സമ്മതായ ആത്മദർശനെ, ആത്മദർശനത്തിന് ഉപയുക്തമായിരിക്കുന്ന, സമ്മതമായിരിക്കുന്ന തത്വങ്ങളെ എണ്ണി നിർണയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അവതരിച്ചത്. ഏതന്മേ ജന്മ ലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത്, എൻ്റെ ഈ ജന്മം ലോകത്തിൽ ദുരാശയന്മാർക്ക്, അതിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആത്മദർശനത്തിന് ഉപയുക്തമായ തത്വങ്ങൾ എണ്ണി പറയാൻ വേണ്ടിയാണ്. ആയിരക്കണക്കിനുണ്ട്. പക്ഷെ ഇതുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പറ്റുന്നത് കുറച്ചെണ്ണം എണ്ണി തിട്ടപ്പെടുത്തി ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഹാവു സമാധാനായി. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ അവതരിച്ചത്. ഏതന്മേ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായ ആത്മദർശനേ. അസ്മിൻ ലോകേ മേ ഏതത് ജന്മ ദുരാശയാത് മുമുക്ഷൂണാം ആത്മദർശനേ സമ്മതായ തത്വാനാം പ്രസംഖ്യാനായ. ഏതന്മേ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായ ആത്മദർശനേ. ഏതന്മേ ജന്മലോകേസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായ ആത്മദർശനേ. ഏഷ ആത്മപഥോ വ്യക്തോ നഷ്ടകാലേന ഭൂയസാം തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്ധി മയാ കൃതം. ഏഷ ആത്മപഥോ അവ്യക്തോ നഷ്ടഃ. ഈ സംഖ്യ ഉപയോഗിച്ച് പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന സാഖ്യശാസ്ത്രം ഇതിനു മുമ്പും ലോകത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നത് നഷ്ടകാലേന, കാലം കൊണ്ട് നഷ്ടപ്പെട്ടു. ഭൂയസാകാലേന, കുറച്ചു കാലം കൊണ്ട് നഷ്ടപ്പെട്ടു. അപ്പം ആത്മപഥോ അവ്യക്ത, ആത്മപഥം അവ്യക്തമായി. ആത്മാവിനെ കണ്ടെത്താനുള്ള മാർഗം വ്യക്തമല്ലാതായി. കാരണം എന്താണ്? കുറെ കാലം കൊണ്ട് അതിവിടെ നഷ്ടപ്പെട്ടു പോയി. എല്ലാവരിലും അങ്ങനെയാണ്. ആത്മജ്ഞാനം ഉപയോഗിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അഭ്യസിക്കാതിരുന്നാൽ കുറച്ചു കാലം കൊണ്ട് തുരുമ്പെടുത്ത് നഷ്ടപ്പെട്ട് അഴുകി ഇല്ലാണ്ട്. ഇത് ലോകത്ത് നടക്കുന്ന നിരന്തരമായ സംഭവമാണ്. അതുകൊണ്ടാണ് പിബത ഭാഗവതം രസം ആലയം എന്നാദ്യം പറഞ്ഞത്. എന്ത് ചെയ്യണം? ഇങ്ങനെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ
ഭാഗവതത്തെ വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ആത്മതത്വബോധം ഉറയ്ക്കുള്ളൂ. അതുറച്ചെങ്കിൽ മാത്രമേ മോക്ഷത്തിന് കാരണമായി തീരുക. അതുകൊണ്ട് ഏഷ ആത്മവധോ അവ്യക്തോ നഷ്ടകാലീന ഭൂയസ. ഭൂയസാകാലേന ഏഷ ആത്മവധ അവ്യക്ത നഷ്ട. അപ്പോൾ തം പ്രവർത്തിയതും അതിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദേഹം ഇമം ഈ ശരീരത്തെ വിദ്ധി അറിയൂ എന്ന്. വിദ്ധി എന്ന വാക്കിനർത്ഥം അറിയൂ എന്നാണ്. മയാഭൃതം എന്നാൽ ധരിക്കപ്പെട്ട ഈ ശരീരം എന്തിനു വേണ്ടിയാണ്? ആ നഷ്ടപ്പെട്ടു പോയ ആത്മതത്വബോധത്തെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഈ ശരീരം സ്വീകരിച്ചത്. ഏഷ ആത്മബധോ വ്യക്തോ നഷ്ടകാലേന ഭൂയസാം സംപ്രവർത്തയിതും ദേഹം ഇമം വിദ്യമയാഭൃതം. ഭൂയസാ കാലേന അവ്യക്തഃ ഏഷ പഥഃ നഷ്ടഃ തം പ്രവർത്തയിതും ഇമം ദേഹം മയാഭൃതം വിദ്ധി. ഏഷ ആത്മവധോ വ്യക്തോ നഷ്ടകാലേന ഭൂയസാം തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്യമയാഭൃതം. ഏഷ ആത്മവധോ വ്യക്തോ നഷ്ടകാലേന ഭൂയസാം തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്യമയാഭൃതം. ഗച്ഛ കാമം മയാ പൃഷ്ടോ മയി ധന്യസ്തകർമ്മണാം ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജാം. ഗച്ഛ പോകൂ. കാമം ആഗ്രഹത്തെ. മയാ ആപൃഷ്ട എന്നാൽ അനുവാദം നൽകി, അനുജ്ഞ നൽകി. ആപൃഷ്ട യാത്ര ചോദിക്കാൻ അനുജ്ഞ നൽകാതെ. മയ ആപൃഷ്ട ഞാൻ നിനക്ക് സന്യാസത്തിനു പോകാനുള്ള അനുവാദം തന്നിരിക്കുന്നു. കാമം ഗച്ഛ ഇഷ്ടം പോലെ സന്യാസത്തിന് പോകാൻ അനുവാദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. മൈ സന്യസ്ത കർമ്മണ പക്ഷെ പോകുമ്പോൾ എല്ലാ കർമ്മവും എന്നിൽ സന്യസിച്ചിട്ടേ പോകാവൂ. ഒന്നും ബാക്കി വെച്ചേക്കും. ചെയ്യുന്ന സകലമായ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് എന്നിലേക്ക് നിക്ഷേപിച്ചിട്ട് ധൈര്യമായി സന്യസിക്കാൻ പോകൂ. ജിത്വ സുദുർജയം മൃത്യും ജയിക്കാൻ വിഷമമുള്ള മരണത്തെ. സുദുർജയം ദുർജയം ജയിക്കാൻ വിഷമമുള്ളത്. സുദുർജയം ജയിക്കാൻ നന്നായി വിഷമമുള്ള മൃത്യും മൃത്യുവിനെ ജിത്വ ജയിച്ചിട്ട് അമൃതത്വായ മാം ഭജ മൃത്യുവിനെ ജയിച്ച് അമൃതത്വത്തിനായിക്കൊണ്ട് എന്നെ ഭജിച്ചുകൊള്ളൂ. മോക്ഷപ്രാപ്തിക്കായിക്കൊണ്ട് എന്നെ ഭജിച്ചാൽ സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണ ഭാവേന ഈശ്വര ഉപാസനയായി പരിണമിപ്പിച്ചു ചെയ്താൽ അന്ധക്കരണം പരിശുദ്ധമാകും, ഒടുവിൽ മോക്ഷത്തിന് കാരണവും. അതുകൊണ്ട് ശ്രീകർത്തമ ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു. ഇഷ്ടംപോൽ നീ പൊയ്ക്കോളൂ. എല്ലാ കർമ്മവും എന്നിൽ സന്യസിച്ചുകൊണ്ട് ആർക്കും ഒരിക്കലും ജയിക്കാനാവാത്ത മൃത്യുവിനെ ജയിച്ചിട്ട് അമൃതത്വം എന്ന മോക്ഷാവസ്ഥയ്ക്ക് വേണ്ടി എന്നെ ഭജിച്ചുകൊള്ളൂ. ഗച്ഛകാമം മയാ അപൃഷ്ടോ മയി സന്യസ്തകർമ്മണാം ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജാം. മയാ ആപൃഷ്ട അത് വായിക്കുമ്പോൾ മയാ ആപൃഷ്ട എന്ന് ദീർഘം ചേർത്ത് വായിക്കണം. അപൃഷ്ട എന്ന് വായിച്ചാൽ എന്താൽ ചോദിക്കാതെ എന്ന അർത്ഥമാവും. നേരെ വിപരീത അർത്ഥം വരും. പക്ഷെ ഈ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വായിക്കുന്നവർക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അതുകൊണ്ട് മയാപൃഷ്ട 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 എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ മയാ ആപൃഷ്ടോ എന്നുള്ള ദീർഘം ചൊല്ലി തന്നെ പഠിക്കും.
അപ്പൊ മയാ ആപൃഷ്ടഹത്വം കാമം ഗച്ഛ മയി സന്യസ്തകർമ്മണ സുദുർജയം മൃത്യും ജിത്വാ അമൃതത്വായ മാം ഭജ ഗച്ഛകാമം മയാ പൃഷ്ടോ മയി സന്യസ്തകർമ്മണാം ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജ ഗച്ഛകാമം മയാ പൃഷ്ടോ മയി സന്യസ്തകർമ്മണാം ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജ. മമ ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ വിശോഭോ ഭയമർക്ഷസീ. മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം, സർവഭൂതങ്ങളുടെയും ഗുഹയിൽ ശയിക്കുന്നവൻ, സർവജീവജാലങ്ങളുടെയും ഹൃദയ ഗുഹയിൽ ശയിക്കുന്നവൻ. ഹൃദയത്തിലെ ഗുഹ എന്ന് പറഞ്ഞാൽ ആകാശം, എയറി സ്പേസ് എന്ന് മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ കുറച്ച് ശൂന്യമായ സ്ഥലം കിടപ്പുണ്ട്. അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. അർജുനോട് ഗീതയിൽ പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരുടെയും ഹൃദയർജുനധിഷ്ഠതി, എല്ലാവരുടെയും നിർദ്ദേശത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ സർവഭൂത ഗുഹ ആശയം, എല്ലാ പ്രാണികളുടെയും ഗുഹയിൽ കിടക്കുന്ന, ആശയം ശയിക്കുന്ന സ്വയം ജ്യോതി, തന്നെത്താൻ പ്രകാശിക്കുന്നവൻ ആയ ആത്മാനം, പരമാത്മാവായ മാം എന്നെ. മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ, ആത്മാവിൽ, അങ്ങയിൽ, ആത്മന ബുദ്ധി കൊണ്ട് വീക്ഷ്യ കണ്ടിട്ട്, ആത്മന്യേവ ആത്മനാ വീക്ഷ്യ, അങ്ങാകുന്ന പരമാത്മാവിൽ എന്റെ കേവലമായ ആത്മസ്വരൂപം എന്ന ബുദ്ധി കൊണ്ട് കണ്ടിട്ട്, വിശോക ദുഃഖമില്ലാത്തവനായി, അഭയം പൃച്ഛസി അഭയത്തെ പ്രാപിക്കുന്നു, ഭയരഹിതമായ ഒരു സ്ഥാനത്തെ പ്രാപിക്കുന്നു. അഭയം ഭയമില്ലാത്ത സ്ഥാനമാണ്. എവിടെയാണ് ഭയമില്ലാത്തത്? അങ്ങയിൽ നിൽക്കുമ്പോൾ മാത്രം. എപ്പോഴൊക്കെയാണോ ഭഗവാനിൽ നിന്നും അകന്നകന്നു പോകുന്നത്, അപ്പോൾ ഭയം നമ്മെ പിടികൂടും. തിരിച്ച് എപ്പോഴൊക്കെയാണോ ഭഗവാനോട് അടുത്തടുത്ത് പോകുന്നത്, അപ്പോൾ ഭയം പതുക്കെ ഇല്ലാണ്ടാവും. അഭയം ഋച്ഛസി പ്രാപിക്കും. അഭയം ഋച്ഛസി അഭയത്തെ പ്രാപിക്കും. വിശോക ശോകമില്ലാത്തവനായിട്ട് ആ അഭയത്തെ, അമൃതാവസ്ഥയെ പ്രാപിക്കുക തന്നെ ചെയ്യും. മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ വിശോകോ ഭയമർക്ഷസി. മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം, സർവഭൂതഗുഹാശയം സ്വയം ജ്യോതി ആത്മാനം മാം ആത്മനി ആത്മനാ വീക്ഷ്യ വിശോക അഭയം പൃച്ഛസി. മാമാത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ വിശോകോ ഭയമർക്ഷസി. മാമാത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ വിശോകോ ഭയമർക്ഷസി. മാത്ര ആധ്യാത്മികാം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേ യാചാസൗ ഭയം ചാതിതരിഷ്യതി. മാത്ര എന്നുള്ളത് പദച്ഛേദം ചെയ്യുമ്പോൾ മാത്രേ എന്ന് പറയാം. അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്കായിക്കൊണ്ട്, മാത്രേ ചതുർത്ഥിയാണ്. മാത്രേ അമ്മയ്ക്കായിക്കൊണ്ട് ആധ്യാത്മികാം വിദ്യാം, ആധ്യാത്മിക വിദ്യയെ, സർവകർമ്മണാം ശമനീം ആധ്യാത്മികാം വിദ്യാം, എല്ലാ കർമ്മത്തെയും ശമിപ്പിക്കുന്ന ആധ്യാത്മിക വിദ്യയെ വിതരിഷ്യേ, ഞാൻ വിതരണം ചെയ്തു കൊള്ളാം. നിന്റെ ഈ കപരനായ അവതരിച്ച ഭഗവാന്റെ അമ്മയായ
ദേവഹൂതിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളിലെയും ശമനമുണ്ടാക്കുന്ന ആധ്യാത്മിക വിദ്യയെ ഞാൻ വിതരണം ചെയ്യാൻ യയാ യാതൊന്നുകൊണ്ട് അഫൗ ഭയം ച അതിതരിഷ്യതി. ഇവൾ ഭയത്തെ അതിക്രമിക്കും, അതിതരിഷ്യതി മറികടക്കും. യാതൊരു ആത്മവിദ്യ ലഭിക്കുന്നത് കൊണ്ട് ദേവഹൂതി എല്ലാത്തരം ഭയങ്ങളിൽ നിന്നും അപ്പുറത്ത് കടക്കും. മരണഭയം മാത്രമല്ല മനുഷ്യനെ അലട്ടുന്നത്, എല്ലാത്തരം ഭയങ്ങളും ജീവിതത്തിൽ എന്നും ഉണ്ട്. ആശങ്കയുണ്ട്, ഉത്കണ്ഠയുണ്ട്, ഭയമുണ്ട്, സംശയമുണ്ട്. ഇങ്ങനെ ഈ ഭയത്തിന്റെ വകതിരിവുകൾ അനേകമുണ്ട്. ഇതൊക്കെ നമ്മൾ എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അതിൽ നിന്നും അതിനെ തരണം ചെയ്യണമെങ്കിൽ ആത്മവിദ്യക്ക് മാത്രമേ കഴിയൂ. അമ്മയായ ദേവഹൂതിക്ക് ഈ ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രേ ആധ്യാത്മികം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേ യയാചാഫോ ഭയം ചാതിതരിഷ്യതീം. യയാ അഫൗ ഭയം അതിതരിഷ്യതി സർവകർമ്മണാം ശമനീം ആധ്യാത്മികാം വിദ്യാം മാത്രേ വിതരിഷ്യേ. മാത്രാധ്യാത്മികാം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേ യയാചാഫോ ഭയം ചാതിതരിഷ്യതി. മാത്ര ആധ്യാത്മികാം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേ യയാചാഫോ ഭയം ചാതിതരിഷ്യതി. മാത്രയെന്ന് അർത്ഥം പറയുമ്പോൾ മതി, ചൊല്ലുമ്പോൾ മാത്ര എന്ന് തന്നെ ചൊല്ലിയാൽ. മാത്ര ആധ്യാത്മികാം വിദ്യാം എന്ന് തന്നെ ചൊല്ലാം. അർത്ഥം പറയുമ്പോൾ മാത്രേ ആധ്യാത്മികം വിദ്യ എന്ന അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ വൃത്തിയായിട്ട് വരുന്നത്. മാത്ര ആധ്യാത്മികം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേ യയാചാഫോ ഭയം ചാതിതരിഷ്യതി. ഇത്രയുമാണ് ഭഗവാൻ കർദവരോട് വ്യക്തമാക്കി കൊടുത്തത്. ഇനി മൈത്രേയൻ ബാക്കി കഥ പറയാം. ഏവം സമുദിതസ്തേന കപിലേന പ്രജാപതി ദക്ഷിണീകൃത്യ തം പ്രീതോ വനമേവ ജഗാമഹാം. ഇങ്ങനെ ഏവം സമുദിത പറയപ്പെട്ട തേന കപിലേന പ്രജാപതി, പ്രജാപതിയായ കർദമൻ കപിലസ്വരൂപനായ ആ ഭഗവാനാൽ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ, ഏവം സമുദിത തേന കപിലേന, കപിലസ്വരൂപനായ ഭഗവാനാൽ ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ പ്രജാപതിയായ കർദമൻ ദക്ഷിണീകൃത്യ പ്രദക്ഷിണീകൃത്യ എന്നർത്ഥം പ്രാമാറ്റി കളഞ്ഞു മാത്രമേ ഉള്ളൂ. ദക്ഷിണീകൃത്യ വലം വെച്ചിട്ട്, പ്രദക്ഷിണീകൃത്യ അതുപോലെ തന്നെ. തം അവനെ, കപിലസ്വരൂപനായ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് പ്രീതോ സന്തുഷ്ടനായിട്ട് വനമേവ ജഗാമി, വനത്തിലേക്ക് സന്യാസത്തിന് പോയി പോലും. ജഗാമ ഹ എന്നത് തീർച്ച കാണിക്കാൻ പോയി ഉറപ്പാണ്. ഇങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് കർദമൻ വനാന്തരത്തിലേക്ക് സന്യാസത്തിനായിട്ട് യാത്രയായി. ഏവം സമുദിതസ്തേന കപിലേന പ്രജാപതി ദക്ഷിണീകൃത്യ തം പ്രീതോ വനമേവ ജഗാമഹാം. കപിലേന തേന ഏവം സമുദിതഃ പ്രജാപതിഃ പ്രീതഃ തം ദക്ഷിണീകൃത്യ വനം ഏവ ജഗാമ. ഏവം സമുദിതസ്തേന കപിലേന പ്രജാപതി ദക്ഷിണീകൃത്യ തം പ്രീതോ വനമേവ ജഗാമഹാം. ഏവം സമുദിതസ്തേന കപിലേന പ്രജാപതി ദക്ഷിണീകൃത്യ തം പ്രീതോ വനമേവ ജഗാമഹാം. വ്രതം സാസ്ഥിതോ മൗനം ആത്മൈകശരണോ മുനി നിസ്സംഗോ വ്യചരത് ക്ഷോണീം അനഗ്നിരനികേതന. വ്രതം ആസ്ഥിത, ആ കർദമൻ വ്രതം സ്വീകരിച്ചു. സന്യാസത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. പോകുന്ന വഴിക്ക് തന്നെ നിശ്ചയമായി ഉറപ്പിച്ചു, ഇനി മുതൽ വ്രതമാണ്. വ്രതം ആസ്ഥിത എന്താണ്? മൗനം
ആത്മൈക ശരണവും. മൗനം എന്ന വ്രതമാണ് ആദ്യം അനുഷ്ഠിച്ചത്. മൗനം വ്രതം ആസ്ഥിത. ആത്മൈക ശരണവും മുനി, ആത്മാവിനെ മാത്രം ശരണം പ്രാപിച്ചവനായ ആ മുനി വ്രതം ആസ്ഥിത, വ്രതത്തിൽ ചെയ്തു. എങ്ങനെയാണ്? നിസ്സംഗ, ഒന്നിനോടും താല്പര്യമില്ലാതെ, വ്യതര, സഞ്ചരിച്ചു, ക്ഷോണിയും, ഭൂമിയിലൂടെ, അനഗ്നിഹി, അനികേതന, അനഗ്നിയായിട്ടും അനികേതനായിട്ടും. അനഗ്നി എന്ന് വെച്ചാൽ അഗ്നിയെ ഉപേക്ഷിക്കാൻ. ഇവിടെ അഗ്നി ഹോമത്തിൽ ഉപയോഗിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നിഹോത്രാദികളായ ഹോമങ്ങളിൽ, യജ്ഞങ്ങളിൽ സ്ഥിരമായി ആവാഹിച്ചു വരുത്തിയ അഗ്നിയെ ഉപേക്ഷിച്ചു. കർമ്മങ്ങളൊക്കെ വിട്ടു. ഇനി ഒരു കർമ്മവുമില്ല. അനഗ്നി. അനികേതനഹ, നികേതനം വീട്, വാസസ്ഥാനം. നികേതനം, അനികേതനം, ഒരു വാസസ്ഥാനവും ഇല്ലാത്തവനായിട്ട് ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല, താമസിക്കില്ല. ഇതെന്റെ ആശ്രമമാണ്, ഇതെന്റെ മുറിയാണ്, എന്റെ വീടാണ് എന്നൊരു സങ്കല്പം അവിടെ വന്നു പോകും കുറച്ച് ദിവസം. അതുകൊണ്ട് അത് സ്വീകരിച്ചേയില്ല. അനികേതനായിട്ട്, അനഗ്നിയായിട്ട്, നിസ്സംഗനായിട്ട് ഭൂമിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു. സന്യാസത്തിന് പോകുമ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിസ്തരിച്ചുടങ്ങിയിരിച്ചതാണ്. വ്രതം ആസ്ഥിതോ മൗനം ആത്മൈക ശരണോ മുനി നിസ്സംഗോ വിചരക്ഷോണീം അനഗ്നിരനികേതനാം. ആത്മൈക ശരണ നിസ്സംഗ അനഗ്നി അനികേതന മൗനം വ്രതം ആസ്ഥിത സഹ മുനി ക്ഷോണീം വിചരതി. വ്രതം ആസ്ഥിതോ മൗനം ആത്മൈക ശരണോ മുനി നിസ്സംഗോ വിചരക്ഷോണീം അനഗ്നിരനികേതനാം. വ്രതം ആസ്ഥിതോ മൗനം ആത്മൈക ശരണോ മുനി നിസ്സംഗോ വിചരക്ഷോണീം അനഗ്നിരനികേതനാം. മനോബ്രഹ്മണിയുഞ്ജാനോ യത്തത് ഫലഫലപരം ഗുണാവഭാസേ വിഗുണാം ഏകഭക്ത്യാ അനുഭാവിതേ. മനോബ്രഹ്മണിയുഞ്ജാന, മനസ്സിനെ ബ്രഹ്മത്തിൽ യോജിപ്പിച്ചുകൊണ്ട്, യത് തത് ഫലഫതഃ പരം, യാതൊന്നാണോ സത്തിനും അസത്തിനും അപ്പുറത്തായിരിക്കുന്നത്. ഫലഫതഃ പരം യത്, സത്തിനും അസത്തിൽ നിന്നും പരമായി യാതൊന്നുണ്ടോ. മനോബ്രഹ്മണിയുഞ്ജാനോ യത്തത് ഫലഫലപരം ഗുണ അവഭാസേ. അപ്പോൾ ഈ ത്രിഗുണങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വിട്ടിട്ട് ഗുണങ്ങളുടെ അവഭാസത്തിന് കാരണമായിരിക്കുന്നതും, ഗുണ അവഭാസേ, ഗുണങ്ങളുടെ അവഭാസത്തിന്, ശോഭിക്കലിനെ, അനുഷ്ഠാനത്തിന് കാരണമായിരിക്കുന്നതായ വിഗുണ ഏകഭക്തി അനുഭാവിതേ. ഗുണബന്ധമില്ലാത്ത ഏകഭക്തി കൊണ്ട്, ഉറച്ച ഭക്തിയാൽ അനുഭാവിതം പ്രത്യക്ഷമാക്കപ്പെട്ട ബ്രഹ്മത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഇനി തപസ് ചെയ്യാൻ പോകുന്നത്. മനസ്സ് ബ്രഹ്മത്തിൽ ലയിപ്പിച്ചുകൊണ്ട് സത്തിനും അസത്തിനുമായി യാതൊന്നുണ്ടോ അതെല്ലാം ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ടുണ്ടായതിനെ മുഴുവൻ ഏകാന്ത ഭക്തി കൊണ്ട് ആ വിഗുണമായി ആത്മചൈതന്യത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇനി ഞാൻ ജീവിച്ചോളാം എന്ന് അദ്ദേഹം ഇതിൽ ഒരു പ്രതിജ്ഞ പോലെ ചെയ്തു. മനോബ്രഹ്മണിയുഞ്ജാനോ യത്തത് ഫലഫലപരം ഗുണാവഭാസേ വിഗുണാം ഏകഭക്തി അനുഭാവിതേ. പദഫതഃ പരം യത് ഗുണാവഭാസേ
വിഗുണഃ ഏകഭക്ത്യാ അനുഭാവിതേ ബ്രഹ്മണി യുഞ്ജാനഃ. ബ്രഹ്മണി മനഃ യുഞ്ജാനഃ. മനോ ബ്രഹ്മണി യുഞ്ജാനോ യത്തത് ഫലഫലപരം ഗുണാവഭാസേ വിഗുണ ഏകഭക്ത്യാനുഭാവിതേ. മനോ ബ്രഹ്മണി യുഞ്ജാനോ യത്തത് ഫലഫലപരം ഗുണാവഭാസേ വിഗുണ ഏകഭക്ത്യാനുഭാവിതേ. നിരഹംഗതം നിർമ്മമശ്ചാം നിർദ്വന്ദ്വ സമദർഫദർക് പ്രത്യക് പ്രശാന്തധീര പ്രശാന്തോർമിതി ബോധധീ. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധന. ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം അപശ്യത് സർവഭൂതാനി ഭഗവത്യഭിജാത്മനി. ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാ ഭഗവദ്ഭക്തിയുക്തേന ഭഗവതി ഗതി. നിരഹംകൃതി അഹങ്കാരമില്ലാത്തവനായി ഞാൻ ഞാൻ എന്ന ശരീരാഭിമാനം ഉപേക്ഷിച്ചവനായി. നിരഹംകൃതി അതുകൊണ്ട് തന്നെ നിർമ്മമനായി, ഒന്നിനോടും താല്പര്യമില്ല. ഞാൻ എന്ന ഭാവം ഇല്ലാതായപ്പോൾ എൻ്റെ എന്നുള്ള അവസ്ഥയും ഇല്ലാതായി. നിരഹംകൃതി ആയാൽ ഞാനെന്ന ഭാവം ഇല്ലാണ്ടാകും. അങ്ങനെ ആയാൽ നിർമ്മമനാകും, എൻ്റെ എന്ന് പിന്നൊന്നും പറയാനില്ല. നിർദ്വന്ദ്വ രണ്ടാമതൊന്നും ഇല്ലാത്തവനായിട്ട് സമദർക്ക് സ്വദർക്ക് സമമായിരിക്കുന്നതിനെ കാണുന്നവനും സ്വരൂപത്തെ കാണുന്നവൻ. സമദർക്ക് സ്വദർക്ക് സമമായി എല്ലാത്തിനെയും കാണാൻ പറ്റുന്നവൻ സമദർക്ക്. സ്വദർക്ക് തന്റെ സ്വരൂപത്തെ കാണുന്നത് ആയിട്ട് ധീര പ്രശാന്തധിയോടുകൂടി ധീരനായ അവൻ പ്രശാന്ത ഊർമിരിവ ഉദധി. ഉദധി സമുദ്രം, ഊർമി തിരമാല, പ്രശാന്തം ശാന്തമായി. തിരമാലകൾ ശാന്തമായ സമുദ്രം പോലെ ബുദ്ധിവൃത്തികളൊക്കെ ശാന്തമായി അഹങ്കാരമില്ലാത്തവനായിട്ട് മമതയില്ലാത്തവനായിട്ട് ദ്വന്ദ്വമില്ലാത്തവനായിട്ട് എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നവനായിട്ട് തന്നെ തന്നെ ദൃഢമായി കാണുന്നവനായിട്ട് പ്രത്യേക പ്രശാന്തധീര പ്രശാന്തമായ ധൈര്യത്തോടു കൂടിയവനും ധീരനുമായി പ്രശാന്ത ഊർമിരിവ ഉദതി. ഊർമികൾ പ്രശാന്തമായ ഉദതി പോലെ, തിരമാലകൾ അടങ്ങിയ കടൽ പോലെ ആയിരുന്നു ഇനി കർദമന്റെ സന്യാസത്തിലുള്ള തപസ്. നിരഹംഗതം നിർമ്മമശ്ചമദർ പ്രത്യക് പ്രശാന്തധീര ശാന്തോ നിരിവോദധി. നിരഹംഗതി നിർമ്മമ നിർദ്വന്ദ്വ സമദർക്ക് സ്വദർക്ക് പ്രത്യക് പ്രശാന്തധീഹി ധീര പ്രശാന്ത ഊർമിഹി ഉദധിഹി ഇവ. നിരഹംഗതം നിർമ്മമശ്ച നിർദ്വന്ദ്വ സമദർക്ക് സ്വദർക്ക് പ്രത്യക് പ്രശാന്തധീര പ്രശാന്തോ നിരിവോദധി. നിരഹംഗതം നിർമ്മമശ്ച നിർദ്വന്ദ്വ സമദർക്ക് സ്വദർക്ക് പ്രത്യക് പ്രശാന്തധീര പ്രശാന്തോ നിരിവോദധി. നിരഹംഗതം നിർമ്മമശ്ച നിർദ്വന്ദ്വ സമദർക്ക് സ്വദർക്ക് പ്രത്യക് പ്രശാന്തധീര പ്രശാന്തോ നിരിവോദധി. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധനം.
വാസുദേവേ ഭഗവതി, വാസുദേവൻ എന്ന ഭഗവാനിൽ എന്നാണ്. ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ എന്നാണ്. മലയാളത്തിൽ പറയുന്ന ഭഗവതി വരണമെങ്കിൽ സംസ്കൃതത്തിൽ ഭഗവതീന്ന് ദീർഘം വേണം. ഭഗവതീൻ ദീർഘം പറഞ്ഞാൽ ഭഗവാന്റെ പത്നി എന്നുള്ള അർത്ഥത്തിൽ ഭഗവതി എന്ന് പറയാം. അല്ലെങ്കിൽ ഭഗവതി എന്ന് പറഞ്ഞാൽ അത് സപ്തമിയാണ്. വാസുദേവേ സപ്തമിയാണ്. വാസുദേവേ ഭഗവതി, വാസുദേവൻ എന്ന ഭഗവാനിൽ, സർവജ്ഞനായ ഭഗവാനിൽ, പ്രത്യേക ആത്മൻ, ഓരോ ആത്മാവിലും പ്രത്യേകം പ്രത്യേകം സ്ഥിതി ചെയ്യുന്ന പരേണ ഭക്തിഭാവേന, ഉത്കൃഷ്ടമായ ഭക്തിഭാവം കൊണ്ട് ലബ്ധാത്മാ, ആത്മാവിനെ ലഭിച്ചിട്ട് മുക്തബന്ധന, ബന്ധനത്തെ മുക്തനായി ഇവിടെ കർത്തവൻ. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധന. സർവജ്ഞേ വാസുദേവേ ഭഗവതി പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ആത്മാ ലബ്ധ മുക്തബന്ധന. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധന. വാസുദേവേ ഭഗവതി സർവജ്ഞ സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധന. ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം അപശ്യത് സർവഭൂതാനി ഭഗവത്യപിതാത്മനി. ഇത് മാത്രം കൊണ്ട് പോരാ, വാസുദേവൻ എന്ന ഭഗവാനിൽ ഭക്തിഭാവം കൊണ്ട് മുക്തി ലഭിക്കാൻ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു. ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം, സർവഭൂതേഷു അവസ്ഥിതം ഭഗവന്തം ആത്മാനം അപശ്യത്, എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപത്തെ ഭഗവാനായി കണ്ടു. സർവഭൂതാനി ഭഗവത്യഭിചത്നൻ, എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ ആത്മസ്വരൂപമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇച്ഛാദ്വേഷവിഹീനേന, ഇച്ഛാദ്വേഷാദികളില്ലാത്ത, സർവത്ര സമചേതസാം, എല്ലായിടത്തും തുല്യബുദ്ധിയോടെ മനസ്സോടെ നിൽക്കുന്ന ഭഗവത് ഭക്തിയുക്തേന, ഭക്തിയുക്തനായ ഭഗവാനോടുകൂടി പ്രാപ്ത ഭാഗവതീ ഗതി, ഭാഗവതി എന്ന ഗതിയെ ആ കർദ്ദമൻ പ്രാപിച്ചിരിക്കുന്നത്. ഈ 5 ശ്ലോകത്തിലെ കർദ്ദമൻ എങ്ങനെ മോക്ഷം പ്രാപിച്ചു, എങ്ങനെ ഗതി അടഞ്ഞു എന്ന് ഒന്ന് വ്യക്തമാക്കുകയാണ്. നിരഹംഗതം നിർമ്മമശ്ചാനുദ്വന്ദ്വ സമദുർ പ്രത്യക് പ്രശാന്തധീര പ്രശാന്തോ നിരുബോധീ. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധനം. ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം അവശ്യത് സർവഭൂതാനി ഭഗവത്യഭിചാത്മനി. ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാ ഭഗവത് ഭക്തിയുക്തേന പ്രാപ്ത ഭഗവതീ ഗതി. നിരഹംകൃതി നിർമ്മമഃ നിർദ്വന്ദ്വഃ സമദർക്ക് സുദർക്ക് പ്രശാന്തധീഹി ധീരഃ പ്രത്യക് പ്രശാന്തഭൂതധിഃ ഊർമിഃ ഇവ. വാസുദേവേ സർവജ്ഞേ വാസുദേവേ ഭഗവതി പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ആത്മാ ലബ്ധ മുക്തബന്ധന. സർവഭൂതേഷു ഭഗവന്തം അവസ്ഥിതം ആത്മാനം അപശ്യ. സർവഭൂതാനി ഭഗവത്തപിച ആത്മൻ. ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാം ഭഗവത് ഭക്തിയുക്തേന പ്രാപ്ത ഭഗവതീ ഗതി. അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കർദ്ദമന്റെ മോക്ഷപ്രാപ്തിയെ കുറിച്ചാണ് ഈ 4 ശ്ലോകത്തിൽ കൂടി വിസ്തരിച്ച് വർണ്ണിച്ചത്. അതോടുകൂടി ഈ അധ്യായം നമുക്കിവിടെ ഉപസംഹരിക്കലാണ്. കാരണം
മോക്ഷം എങ്ങനെ നേടിയെടുക്കാം എന്നൊരു 4-5 ശ്ലോകം കൊണ്ട് കർദമനെ ഭാഷയാക്കിക്കൊണ്ടാണ് നമ്മോട് പറയുന്നത്. കാരണം കാര്യകാരണങ്ങളെ, സത്തും അസത്തും, അതാണ് കാര്യവും കാരണവും, അത് രണ്ടും ഉൾപ്പെടാത്ത അനിർവാച്യമായ യാതൊരു പരമാർത്ഥ വസ്തു ഉണ്ടോ അതാണ് ബ്രഹ്മം. സത്തുമില്ല, അസത്തും. സത്തിനും അസത്തിനും അപ്പുറത്താണ്, കാര്യത്തിനും കാരണത്തിനും അപ്പുറത്താണ്. ലോകത്തിൽ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ കാരണം വേണം, കാരണമില്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. ഏത് കാര്യത്തിനും കാരണം. അതേപോലെയാണ് ഇവിടെയും കാര്യകാരണമായിരിക്കുന്ന സത്തും അസത്തുമായിരിക്കുന്ന ഈ 2 ഭാവത്തിലും ഉൾപ്പെടാത്ത അനിർവാച്യമായ യാതൊരു പരമാർത്ഥ വസ്തു ഉണ്ടോ അതിനെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുക. ഗുണകാര്യങ്ങളായ ശരീരഭാവങ്ങളെല്ലാം ഉള്ളതുപോലെ പ്രകാശിക്കും. പക്ഷേ അതിനൊക്കെ കാരണസ്വരൂപം ബ്രഹ്മമാണ്. കാര്യം വസ്തുക്കൾ, പദാർത്ഥങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ഗുണകാര്യങ്ങളുള്ള ബന്ധം കൊണ്ട് 3 കാലത്തിലും ബ്രഹ്മത്തിന് ഈ ഗുണങ്ങളെ ബാധിക്കില്ല. എന്താണ് കാരണം? ഏകാന്ത ഭക്തി കൊണ്ടുകൊണ്ട് മാത്രമേ പരമാർത്ഥ വസ്തുവിന്റെ അനുഭവജ്ഞാനം ഉണ്ടാവൂ. നിരന്തരമായ ഈ ഭക്തിഭാവത്തെ കൊണ്ട് കർദമൻ തൻ്റെ മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് ഘടിപ്പിച്ചു, ഉറപ്പിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ വെറുതെ ചലിക്കൽ മാത്രമായി. അവസാനം ചലനവും നിർത്തി. അവിദ്യയുടെ അംശത്തിന് ഒരു സ്മരണയുമില്ലാതായതുകൊണ്ട് ഞാൻ ദേഹമാണ്, എൻ്റേതാണ് എന്നുള്ള രണ്ടും ഇല്ലാണ്ടായി. ഇത് രണ്ടും ഇല്ലാതാകണമെങ്കിൽ അവിദ്യയുടെ ഗ്രന്ഥി നഷ്ടപ്പെടുന്നു. അങ്ങനെ ദ്വന്ദ്വാവസ്ഥകളില്ലാതെ ഈ വികാരങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഒരിടത്തും ഭേദമില്ലാതിരിക്കുന്ന ബ്രഹ്മത്തെയും അതിൻ്റെ സ്വരൂപമായ ആത്മാവിനെ മാത്രം കണ്ട് ആത്മാവിനെ മറക്കുന്നതായിരിക്കുന്ന അജ്ഞാന ആവരണങ്ങളെ മുഴുവനും മാറ്റിക്കളഞ്ഞിട്ട് ജിതേന്ദ്രിയനായി തിരമാലകളടങ്ങിയ സമുദ്രം പോലെ ചിത്ത അധിഷ്ഠിത ദേവതയും സർവ ഐശ്വര്യ പരിപൂർണനുമായിരിക്കുന്ന ഭഗവാനിൽ പരമമായ ഭക്തി ലഭിച്ചാൽ അതുകൊണ്ട് തന്നെ മോക്ഷത്തിന് കാരണമായി തീരും എന്ന് ഭക്തി തന്നെയാണ് കലിയുഗത്തിൽ മോക്ഷത്തിന് കാരണം എന്ന് ഭാഗവതൻ പുറപ്പെട്ടു പറയുകയാണ്. അങ്ങനെ ആ അധ്യായം നമുക്കവിടെ ഉപസംഹരിക്കാം. അടുത്ത അധ്യായം തുടങ്ങി വെക്കാം. തൃതീയ സ്കന്ധം 25-ാം അധ്യായം. ഇങ്ങനെ കർദമൻ സന്യാസത്തിലൂടെ മുക്തനായി മോക്ഷം പ്രാപിച്ച് പോയി. ഇനിയും നമ്മുടെ വീട്ടിൽ അമ്മയും മകനും 2 പേരും മാത്രമേ ഉള്ളൂ, ദേവഹൂതിയും കപിലും. കപിലൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ശൗനക ഉവാൻ. ശൗനകൻ ചോദിച്ചു, കപിലസ്തത്വസംഖ്യാത ഭഗവാനാത്മമായ ജാത സ്വയമജ സാക്ഷാത് ആത്മപ്രജ്ഞപ്തയേ നൃണാം. കപിലൻ തത്വസംഖ്യാത, പ്രപഞ്ചത്തിലെ ഘടകങ്ങളെയൊക്കെ സംഖ്യകളായിട്ട് വേർതിരിച്ചിട്ട് ഭഗവാൻ ആത്മമായ തൻ്റെ ആത്മസ്വരൂപമായ മായ കൊണ്ട് വേർതിരിച്ചിട്ട് അജഹ സ്വയം ജാത, ഒരിക്കലും ജനിക്കാത്തവനായ ഭഗവാൻ സ്വയം തന്നെത്താൻ ജനിച്ചിരിക്കുന്നു. സാക്ഷാത് ആത്മപ്രജ്ഞപ്തയെ എന്നുള്ള മനുഷ്യർക്ക് സാക്ഷാത്തായ ആത്മസ്വരൂപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാക്ഷാത് ആത്മപ്രജ്ഞപ്തയെ, ആത്മാവിന്റെ പ്രജ്ഞപ്തിക്ക് വേണ്ടിയിട്ടാണ്. ജന്മാദികളായ വികാരങ്ങളൊന്നുമില്ലാത്ത ജ്ഞാനസ്വരൂപനായ ഭഗവാൻ സ്വന്തം ഇച്ഛ കൊണ്ടാണ് ഇപ്പോൾ അവതരിക്കുന്നത്. എന്തിനാണ്? മനുഷ്യർക്ക് പരമാത്മ തത്വബോധത്തെ ഉപദേശിച്ചു കൊടുക്കണം എന്നുള്ള കാരുണ്യത്തോടുകൂടിയാണ്.
അതിനാണ് സാംഖ്യശാസ്ത്രത്തെ ലോകത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി കപിലസ്വരൂപത്തിൽ അവതരിപ്പിക്കുന്നു. കപിലസ്തത്വസംഖ്യാതാ ഭഗവാനാത്മമായയാം ജാതസ്വയം അജസാക്ഷാത് ആത്മപ്രജ്ഞപ്തയേ എന്നുള്ളതാം. അജഹ ഭഗവാൻ, ആത്മമായ നൃണാം ആത്മപ്രജ്ഞപ്തയെ സ്വയം സാക്ഷാത് തത്വസംഖ്യാത കപിലഃ ജാതഃ. കപിലസ്തത്വസംഖ്യാത ഭഗവാനാത്മമായയാം ജാതഃ സ്വയമജസാക്ഷാത് ആത്മപ്രജ്ഞപ്തയേ നൃണാം. കപിലസ്തത്വസംഖ്യാത ഭഗവാനാത്മമായയാം ജാതഃ സ്വയമജസാക്ഷാത് ആത്മപ്രജ്ഞപ്തയേ നൃണാം. നഹ്യസ്യവർഷ്മണ പുംസാം വരിംണ സർവയോഗിനാം വിശ്രുതൗ ശ്രുതദേവസ്യ പൂജിതൃപ്യന്തി മേ സവാം. നഹി അസ്യ വർഷ്മണഃ പുംസാം. വർഷ്മ ശരീരമുള്ളവർ, വർഷ്മണഃ ശരീരമുള്ളവരിൽ വെച്ച് പുംസാം ശ്രേഷ്ഠനായിരിക്കുന്ന സർവ യോഗിനാം വരിംണഃ എല്ലാ യോഗികൾക്കും വരിക്കാൻ യോഗ്യനായിരിക്കുന്ന വിശ്രുതൗ ഏറ്റവും അധികം ശ്രുതിയുള്ള കീർത്തിയുള്ള ശ്രുതദേവസ്യ ശ്രുതനായ ദേവൻ എന്നാണ്. ശ്രുദേവൻ എന്നൊരു രാമന്റെ പേരുണ്ട്, അതല്ല ഇവിടെ പറയുന്നത്. ശ്രുതം കേട്ട ദേവസ്യ പ്രകാശിക്കുന്ന തിളക്കമുള്ള, ദ്യുധാതുവിന്റെ അർത്ഥം തിളങ്ങുമെന്ന്, അതിൽ നിന്നാണ് ദേവൻ എന്ന വാക്കുണ്ടായത്. അപ്പൊ ശ്രുതദേവൻ എന്ന് വെച്ചാൽ കേൾക്കുന്തോറും പ്രകാശം കൊണ്ട് തിളങ്ങി വരുന്ന എന്നർത്ഥം പറയണം. കേൾക്കുന്തോറും പ്രകാശിക്കുന്നവൻ. ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ ഭവ. ഭൂരി വളരെയധികം, മേ അഭവഃ എന്റെ പ്രാണനുകൾ തൃപ്യന്തി തൃപ്തിയാകുന്നു. ഈ ഭഗവാന്റെ മഹിമ കേട്ടിട്ട് ശ്രോത്രാദികളായ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല, മതിയാവുന്നില്ല. വീണ്ടും വീണ്ടും കേൾക്കണം എന്നാഗ്രഹിക്കും. എന്തുകൊണ്ടാണ്? പുരുഷോത്തമനാണ് ഭഗവാൻ. സർവയോഗികൾക്കും യോഗഫലത്തെ കൊടുക്കുന്നവനാണ്. യോഗിയാണ്. ഹൃദയത്തിൽ പ്രകാശസ്വരൂപത്തിൽ വിളങ്ങുന്നവനാണ്. ദേവനാണ്. ആ ദിവ്യമൂർത്തിയുടെ മഹിമ കേട്ടിട്ടാണ് എൻ്റെ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുന്നത്. നഹ്യസ്യ വർഷ്മണ പുംസാം വരിംണ സർവയോഗിനാം വിശ്രുതോ ശ്രുതദേവസ്യ പൂരിതൃപ്യന്തി മേ ഭവാം. പുംസാം വർഷ്മണഃ സർവയോഗിനാം വരിംണഃ ശ്രുതദേവസ്യ അസ്യ വിശ്രുതൗ മേ അഭവഃ ഭൂരി ന തൃപ്യന്തി. നഹ്യസ്യ വർഷ്മണ പുംസാം വരിംണ സർവയോഗിനാം വിശ്രുതൗ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ ഭവാം. നഹ്യസ്യ വർഷ്മണ പുംസാം വരിംണ സർവയോഗിനാം വിശ്രുതൗ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ ഭവാം. ഭൂതവാച. ശൗനകൻ ഇത്രയും ആവശ്യപ്പെട്ടപ്പോൾ ഭൂതൻ തിരിച്ച് കഥ പറയാൻ ആരംഭിക്കാൻ. ദ്വൈവായന സഖസ്ത്വയവം മൈത്രേയോ ഭഗവംസ്തഥാ ബാഹേദം വിദുരം പ്രീത ആന്വിക്ഷിക്യം പ്രചോദിതഃ. ദ്വൈപായന സഖഃ തു ഏവം മൈത്രേയഃ. മൈത്രേയൻ വ്യാസന്റെ സുഹൃത്താണ്. ദ്വൈപായനൻ എന്ന് വെച്ചാൽ വ്യാസൻ എന്നർത്ഥം. ദ്വീപിൽ കിടന്ന് ഉണ്ടായതുകൊണ്ട്, ദ്വീപിൽ അയനം ഉള്ളതുകൊണ്ട് ദ്വൈപായനൻ എന്ന് പേരായതാണ്. ദ്വീപിൽ കിടന്നാണ് ഈ പരാശരൻ സത്യവതിയിലൂടെ വേദവ്യാസനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദ്വൈപായനൻ എന്ന് പേരായി. ദ്വൈപായന സഖഃ.
വ്യാസന്റെ സാക്ഷാൽ സഖാവാണ്. സമാനമായ ഗതിയും ചിന്തയും ഉള്ളവനാണ് മൈത്രേയൻ. മൈത്രേയോ ഭഗവാൻ തഥ, അപ്പോൾ പ്രാഹ ഇതം വിതുരം. വിതുരം ഇതം പ്രാഹ, വിതുരനോട് ഇങ്ങനെ പറഞ്ഞു, പ്രീത സന്തുഷ്ടമായിട്ട്, അന്വേഷിക്കാം. അന്വേഷി ആത്മവിദ്യ, അന്വേഷിക്കാം ആത്മവിദ്യയിൽ പ്രചോദിതനായിട്ട് ദ്വൈപായനന്റെ സ്വഭാവം ആയ മൈത്രേയ ഭഗവാൻ വിതുരനോട് സന്തുഷ്ടമായിട്ട് ആധ്യാത്മിക വിദ്യയെക്കുറിച്ച് പറഞ്ഞു, അന്വേഷിക വിദ്യയെക്കുറിച്ച് പറഞ്ഞു. ദ്വൈപായന സഖസ്ത്വേവം മൈത്രേയോ ഭഗവംസ്തഥാ പ്രാഹേദം വിതുരപ്രീത അന്വേഷിക്യം പ്രചോദിതഹം. ഭഗവാൻ ദ്വൈപായന സഖാ മൈത്രേയ തഥാ അന്വേഷിക്യം പ്രചോദിതഃ പ്രീതഃ വിതുരം ഇദം പ്രാഹ. ദ്വൈപായന സഖസ്ത്വേവം മൈത്രേയോ ഭഗവംസ്തഥാ പ്രാഹേദം വിതുരപ്രീത അന്വേഷിക്യം പ്രചോദിതഃ. ദ്വൈപായന സഖസ്ത്വേവം മൈത്രേയോ ഭഗവംസ്തഥാ പ്രാഹേദം വിതുരം പ്രീത അന്വേഷിക്യം പ്രചോദിതഃ. ഇനി മൈത്രേയ മൈത്രേയൻ കർദമൻ തപസ്സിന് പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ തുടങ്ങി. ഇനിയും കഥ മറ്റു വിധത്തിലേക്ക് മാറുകയാണ്. കപിലന്റെയും ദേവഹൂതിയുടെയും അടുത്തേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുമെന്ന് ഇവിടെ ഉപസംഹരിക്കാം. ബാക്കി ദിവസം നമുക്ക് അടുത്ത ദിവസമാവാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.